ഗൈസ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇനി ഒരുപാട് പേർക്ക് അറിയായിരിക്കും, പക്ഷെ എന്നാലും പറയാം. ഒരു ഞെട്ടിക്കുന്നൊരു സത്യം, ഞാൻ മനസ്സിലാക്കിയ സത്യം കേട്ടോ. നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാകും, പക്ഷെ ഞാൻ ഇന്നലെയാണ് ഈ സത്യം അറിയുന്നത്. നമ്മളെ ബിഗ് ബി ഇല്ലേ, മമ്മൂട്ടിയുടെ ബിഗ് ബി, മമ്മൂക്കാൻ്റെ ബിഗ് ബി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കണ്ടൊരു പടമായിരുന്നു. പക്ഷെ ചതിച്ചു ഗൈസ്. ബിഗ് ബി 2007 ഇറങ്ങിയതാ. 2005 ഫോർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് പടമുണ്ട്. സെയിം കോപ്പി. സാധാരണ കഥയാണ് കോപ്പി അടിക്കൽ, ഇത് സീന് വരെ കോപ്പി അടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു എന്താ പറയുക, കാർബൺ പേപ്പർ വെച്ചിട്ട് കോപ്പി അടിച്ച പോലത്തെ ഒരു സാധനം. 2005 ഇറങ്ങിയ ഇംഗ്ലീഷ് പടം ഫോർ ബ്രദേഴ്സ്, 2007 ബിഗ് ബി മലയാളത്തിൽ. ഒരു മാറ്റമില്ല. എന്നാൽ ഈ കോപ്പി അടിക്കുന്നതൊക്കെ ഒരു ലേശം ഉളുപ്പുണ്ടാവില്ലേ, ഒരു ലേശം മാറ്റമൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോപ്പി അടിയുണ്ടോ? അയ്യോ, ആ ലാസ്റ്റ് സീന്, ബ്രദർ വെടിയേറ്റ് മരിക്കുന്നത് എന്ന് വേണ്ട സകല സാധനം സെയിം. ആ വീട്, ഫസ്റ്റ് ഫ്ലോറിലെ വീടിൻ്റെ സ്റ്റെപ്പർ, ആ വീട് പോലും അങ്ങനെ തന്നെ കൊടുത്തിട്ട് ഇഞ്ചാതി കോപ്പി അടി. എനിക്ക് തോന്നുന്നു ഇവർ വിചാരിച്ച് നമ്മളാരും ഇംഗ്ലീഷ് പടമൊന്നും കാണില്ല, നമ്മൾ അറിയില്ല. പക്ഷേ അത് സത്യമായിരുന്നു. ഞാൻ ഈ ഫോർ ബ്രദേഴ്സ് എന്നുള്ള പടം കാണാൻ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് കുറേ ദിവസമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ആക്കിയപ്പം ഞാൻ ആ സിമിലർ ഉള്ള പടങ്ങൾ കാണുന്ന ആളാണ്. ആ ഒരു പാറ്റേൺ ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ അതിനകത്ത് നെറ്റ്ഫ്ലിക്സിൽ കണ്ടപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ ആദ്യം മനസ്സിലായില്ല. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ഞാൻ ഇത് എവിടെയോ കണ്ടല്ലോ, പരിചയമുള്ളൊരു പടമാണല്ലോ. നോക്കുമ്പോൾ നമ്മൾ ബിഗ് ബിയാ പോയി എന്താ ചെയ്യലേ, കോപ്പിയടി. പണ്ട് ഈ 2007 ആ ബിഗ് ബി ഇറങ്ങിയപ്പോൾ എന്തൊക്കെയായിരുന്നു. ശരിയപ്പ.